ഹലോ എവരിവൺ, ഇന്നത്തെ ഈ വീഡിയോ ഒരു സ്റ്റഡി ചലഞ്ചും ഒരു സ്റ്റഡി വ്ളോഗും കൂടെ കേട്ടോ. ചെറിയൊരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡീസിൻ്റെ ആ ഒരു ട്രാക്കിലോട്ട് വരാൻ എനിക്ക് കുറേ ടൈം എടുക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇവ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ഞാൻ കടന്നു പോകണേ. എന്നാലും മാക്സിമം ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് പഠിക്കാറുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു 6 hours റിവിഷനൊക്കെ ചെയ്ത് കുറച്ച് പഠിച്ചപ്പോഴത്തേക്ക് പിന്നെ ഒട്ടും പഠിക്കാനൊരു മൂഡേ ഇല്ല. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഓർത്തു വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്കും കുറച്ച് മോട്ടിവേഷൻ കിട്ടും. നാളെ ആണെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ അത് സ്കിപ്പ് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ഓർത്തു എന്തിനാ സ്കിപ്പ് ചെയ്യണേ, ഇപ്പോൾ തന്നെ ബാക്ക് ടു കുറേ പഠിക്കാനുണ്ട്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട, നന്നായിട്ട് പഠിച്ച് നാളെ തന്നെ പോയി എക്സാം എഴുതാമെന്ന് ഓർത്തു. പിന്നെ ചില ടൈമിലുണ്ടല്ലോ ഒട്ടും മോട്ടിവേഷൻ കാണില്ല, പഠിക്കണോ എന്ത് ചെയ്യണമെന്നറിയില്ല. അത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നാണ് പഠിക്കുന്നത്. എൻ്റെ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ ഫുള്ളും എന്നെ ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളത് എൻ്റെ അമ്മയായിരുന്നു. ഇപ്പോൾ ഈ UPSC ജേർണിയിൽ അമ്മ അത്ര ഹാപ്പിയൊന്നും അല്ല കേട്ടോ. കാരണം അമ്മ പറയുന്നത് ഓൾറെഡി കരിയർ ബാക്കപ്പൊക്കെ ഉണ്ട്, പിന്നെ എന്തിനു വേണ്ടിയാണ് ഇനിയും ഹാർഡ് വർക്ക് ചെയ്യണേ എന്നൊരു സംസാരം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ സപ്പോർട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ജേർണി ഏറെക്കുറെ മുന്നോട്ട് പുഷ് ചെയ്യണത് ഞാൻ തന്നെയാണ്. നാളത്തെ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈനാണ്. അപ്പം നമ്മൾ അവിടെ പോകുമ്പം അവർ ക്വസ്റ്റ്യൻ തരും, നമ്മൾ അതിൻ്റെ ആൻസർ എഴുതി കൊടുക്കണം. എത്ര ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് നാളെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെ ഒരു 6 hours വരെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ 6 hours കഴിഞ്ഞിട്ടും എനിക്ക് മുന്നോട്ട് പോകാൻ ഒട്ടും എനർജി ഇല്ലാത്ത പോലെ. അപ്പോഴാണ് ഞാൻ ഓർത്തെ ഇതൊരു വ്ളോഗായിട്ട് ചെയ്യുമ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായാലോ, അതുകൊണ്ടാട്ടോ ഇതൊരു വ്ളോഗ് ആക്കാമെന്ന് ഓർത്തത്. ഇപ്പോൾ ടൈം 12 o'clock ആയി. ഇപ്പോൾ 12 o'clock ഞാൻ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ഗവർണൻസിൻ്റെ ഒരു 100 സംതിങ് പേജ് ഉണ്ട്. ഈ പേജ് ഫുള്ളും പഠിക്കണം. ഗവർണൻസ് ആണ് ടോപ്പിക്ക്. എത്ര ടൈമിനുള്ളിൽ പഠിച്ചു കഴിയുന്നൊന്നും അറിയില്ല. പിന്നെ ഒരുപാട് വാസ്റ്റ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് കറൻ്റ്ലി ഉള്ള കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഗവർണൻസ് പഠിക്കുമ്പം എപ്പോഴും കറൻ്റ്ലി സിറ്റുവേഷനാണ് നമ്മൾ പഠിക്കേണ്ടതും ഫോക്കസ് ചെയ്യേണ്ടതും. എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഒരുപാട് വാസ്റ്റായിട്ട് പഠിക്കാൻ ഞാൻ ഒട്ടും ഓക്കെ അല്ല. അത് കാണുമ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ, ഓവർ തിങ്കിങ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കുഞ്ഞായിട്ട് കിട്ടുന്ന ഒരു സ്റ്റഡി മെറ്റീരിയലായിരിക്കും കൂടുതൽ ചൂസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോട്ട്സ് വേണമെങ്കിൽ എടുക്കും. ഇപ്പോൾ ഗവർണൻസ് ഒക്കെ പഠിക്കുമ്പോൾ കുറേ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. അതിന് ഞാൻ വേറെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കാണുമ്പോഴാണ് എനിക്ക് മോസ്റ്റ്ലി ഭയങ്കര പേടി തോന്നുന്നത്. ഇതെങ്ങനെ പഠിക്കാൻ പറ്റും, ഇതെനിക്ക് റിവൈസ് ചെയ്യാൻ ടൈം കിട്ടുമോ? കാരണം നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പം അത് റിവൈസ് ചെയ്യാനുള്ളൊരു ടൈമും കൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ആ പഠിക്കുന്നതിൽ ഒരു മീനിങ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കുകയേ വേണ്ട. സോ എനിക്കിത് പഠിക്കാനും പറ്റണം, ടൈം കിട്ടണം. അതുപോലെ തന്നെ ഒരു 1 ടൈമെങ്കിലും ഒന്ന് റിവൈസ് ചെയ്തിട്ടും വേണം നാളത്തെ എക്സാമിന് വേണ്ടി പോകാൻ. പിന്നെ വാജിറാമിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാജിറാമിന്ന് ഞാൻ ഓപ്ഷൻ്റെ ക്ലാസ്സാണ് എടുത്തേക്കണേ. പിന്നെ ആൻസർ റൈറ്റിങ്ങിന് മാത്രം ഒരു മെൻറ്റർഷിപ്പ്, ഒരു ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഭയങ്കര വെർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു പോർഷൻ പറയും, അല്ലെങ്കിൽ ഒരു പോർഷൻ നമ്മൾ പഠിക്കുക, ആ ഒരു ടൈമിൽ അവർ പറയുന്ന ടൈമിൽ തന്നെ പോയി എക്സാം എഴുതുക, അങ്ങനെയാണ്. അപ്പം അവർ പറയുന്നൊപ്പം സിലബസ് കവറായി പോകും, മെയിൻസിൻ്റെ മാത്രം. അപ്പോൾ ഈ ഒരു ഡിസംബർ വരെ ആ ഒരു ജേർണി അങ്ങനെ തന്നെയായിരിക്കും. ഡിസംബറിന് മുന്നേ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾമോസ്റ്റ് ഹാഫൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3 o'clock കവറായപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡായി. പിന്നെ എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് തന്നെ മനസ്സിലായി അത്യാവശ്യം നല്ലൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് ബാക്ക് ടു ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വരാം എന്നോർത്തു. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നോർത്തു. ഓൾറെഡി പകുതി പോർഷൻ ഞാൻ ഈ ഒരു ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ബട്ട് ഇനി എനിക്ക് അതിൻ്റെ ബാക്കി പോർഷൻ കവർ ചെയ്യുകയും വേണം. അതുകൂടാതെ എനിക്ക് ഒരു 1 ടൈമെങ്കിലും റിവൈസ് ചെയ്യുകയും വേണം. ഒരു 1 hour സംതിങ് ബ്രേക്കൊക്കെ എടുത്തതിന് ശേഷം കേട്ടോ നെക്സ്റ്റ് എനിക്ക് പഠിക്കാൻ ഓക്കെ ആണ് എന്ന് തോന്നുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ലോങ് അവർ ബ്രേക്ക് ഒന്നും എടുക്കുന്ന ഒരാളല്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം ടോട്ടലി ഒരു 9 hours ഞാൻ നേരത്തെ പഠിച്ചായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു 4 o'clock സംതിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ സ്റ്റഡി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു.
പിന്നെയുള്ള ഓരോ അവേഴ്സും എനിക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിരുന്നു. കാരണം ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത കണക്ക് തോന്നുമായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ടൈമിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ജസ്റ്റ് ബ്രേക്ക് എടുക്കും. 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആവും എടുക്കുക. അത് കഴിഞ്ഞ് ദെൻ വീണ്ടും ഫോക്കസ് ചെയ്യും. അങ്ങനെ ഒരു 4.5 hours ആയപ്പോഴത്തേക്ക് ഞാൻ ആ പോർഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറേ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു 1 hour ഒക്കെ കഴിയുമ്പോൾ എനിക്ക് ഒട്ടും ഫോക്കസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് രാവിലെ ഉള്ളൊരു എഫിഷ്യൻസി നമുക്ക് പിന്നെ അങ്ങോട്ട് കിട്ടില്ല, കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ബ്രേക്ക് എടുക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ബാക്ക് ടു വന്ന് പഠിക്കുക, അതേ പറ്റത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കണ്ടിന്യൂസ് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. രാവിലെ ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും. പിന്നുള്ള ഓരോ ടൈം കഴിയുമ്പം തോറും എനിക്ക് ഭയങ്കര എഫിഷ്യൻസി കുറഞ്ഞു വരും. ഇപ്പോൾ ഇതാ ടൈം ഇത്രയായപ്പോഴത്തേക്ക് ഞാൻ പോർഷൻസ് ഫുള്ള് കവർ ചെയ്തു പഠിക്കാനുള്ളത്. ബട്ട് ഇനി എനിക്കതൊന്ന് റിവൈസ് ചെയ്യണം. പിന്നെ എന്നിട്ടും മറന്നു പോകുന്നുണ്ട്, റീകോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എഴുതി വെക്കുകയും ചെയ്യണം. എന്നാലേ ഉള്ളൂ നാളെ രാവിലെ ഒന്നുകൂടെ നോക്കിയിട്ട് എക്സാമിന് കയറാൻ പറ്റുള്ളൂ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മുതലേ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഇങ്ങനെ ജസ്റ്റ് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കും. എന്നിട്ട് ചില ഡേറ്റകളൊക്കെ എനിക്ക് തന്നെ അറിയാം അത് നല്ല രീതിയിൽ റീകോൾ ചെയ്യാൻ എനിക്ക് പാടായിരിക്കും. അതൊക്കെ ഞാൻ ജസ്റ്റ് ഇതുപോലെ നോട്ട്സ് ചെയ്ത് വെക്കും. hours ആവാറായപ്പോഴത്തേക്ക് ഞാൻ ആ പോർഷൻസ് ഫുള്ള് കവർ ചെയ്തു. ഒരു പ്രാവശ്യം റിവൈസ് ചെയ്തു. പിന്നെ മറന്നു പോകാൻ ചാൻസ് ഉള്ള കുറച്ച് ഡേറ്റകളൊക്കെ നോട്ട്സ് പോലെ എഴുതി വെച്ചു. അപ്പോൾ ഇനി രാവിലെ നാളെ എക്സാമിന് കയറുന്നതിന് മുന്നേ ആ ഒരു നോട്ട്സ് മാത്രം 1-2 പ്രാവശ്യം ഞാൻ ചിലപ്പോൾ റിവൈസ് ചെയ്യുമായിരിക്കും. ഇപ്പം ഞാൻ ഇത് റിവൈസ് ചെയ്താലും ഇനിയും നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് മെയിൻസിൻ്റെ ടൈം ആകുമ്പോൾ നോക്കുമ്പം എനിക്ക് വീണ്ടും 6 hours തന്നെ വേണ്ടി വരും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു, റിവൈസ് ചെയ്തു, നോട്ട്സ് എഴുതി. അത് ഞാൻ നോട്ട്സ് ഒന്നുകൂടെ റീഡ് ചെയ്ത് നോക്കി. അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണേ. നാളെ എക്സാം കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ന്യൂസ് പേപ്പർ ഒന്നുകൂടെ രാവിലെ നോട്ട്സ് എഴുതി വെച്ചത് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തൊന്ന് മറിച്ച് നോക്കും. ദെൻ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ടു ഡു ലിസ്റ്റ് പോലെ ഒന്ന് പ്ലാൻ മേക്ക് ചെയ്ത് വെക്കും. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാനൊന്നും ഇന്നത്തെ ദിവസം പഠിക്കില്ല, പിന്നെ നാളെ രാവിലെ എണീക്കുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പഠിക്കാൻ ഒട്ടും തോന്നാത്തുള്ളൊരു സിറ്റുവേഷനുണ്ടല്ലോ, ഇതുപോലൊരു പ്ലാനൊക്കെ മേക്ക് ചെയ്ത് ഒരു ടാർഗറ്റൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒന്ന് പഠിച്ചു നോക്കിക്കേ. അപ്പോൾ ഭയങ്കര ഈസി ആവും ആ ഒരു ജേർണി.